എനിക്ക് ധ്രുവം മറ്റൊരു ടീം, അതായത് എനിക്ക് തോന്നുന്ന AK സാജൻ സബ്ജക്റ്റ്, SN സ്വാമി സ്ക്രിപ്റ്റ്, ഞാൻ പാട്ട്. അപ്പോൾ അരോമ മണി പ്രൊഡ്യൂസർ. അത് അങ്ങനെ ഒരു കോമ്പിനേഷനാണ്. അതിൽ ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിക്രം അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. വിക്രം അത് മമ്മൂട്ടിയുടെ ഒരു ADC ആയിട്ട് അസിസ്റ്റൻ്റായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അന്ന് ഞങ്ങൾ വിക്രമിനെ മലയാളം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പണിയായിരുന്നു അന്ന്. അരോമണിയുടെ വിരമ്പക്കത്തുള്ള ഗസ്റ്റ് ഹൗസിലാണ് കമ്പോസിങ് മുഴുവൻ നടക്കുന്നത്. അപ്പോൾ കമ്പോസിങ്ങിൻ്റെ ജോഷി അവിടെ വരും, ഹനീഫ വരുമായിരുന്നു, മറ്റേ കൊച്ചിൻ ഹനീഫ. അങ്ങനെ കമ്പോസിങ് നാച്ചുറലി അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഈ ട്യൂൺ, വെങ്കടേഷ് ഈ ട്യൂൺ ഇടുന്നു. ട്യൂണിട്ട് അതിൽ തുമ്പിപ്പെണ്ണ് വാവ ഇങ്ങനെയുള്ള തുമ്പിപ്പെണ്ണ് ശരിക്കും പറഞ്ഞാൽ ഡമ്മി എഴുതിയതാണ്. പക്ഷേ ഞാൻ എഴുതിയ മറ്റ് ഫൈനൊന്നും ജോഷി അംഗീകരിച്ചില്ല. തുമ്പിപ്പെണ്ണ് കാരണം അതിൻ്റെ സിംപ്ലിസിറ്റി അത് അട്രാക്റ്റീവ് ആണോ എന്നുള്ള. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുമ്പി തുമ്പി വാവാ എന്നുള്ള, അതായത് ഒരു ട്യൂൺ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മളൊരു ഡമ്മി എഴുതും. അങ്ങനെ ഡമ്മി എഴുതിയ വാക്കുകൾ പിന്നീട് ഞാനൊരു 4-5 എഴുതി. ഒന്നും ആരും പ്രത്യേകിച്ച് ജോഷി ഒരു കാരണവശാലും സമ്മതിക്കേണ്ടായിരുന്നില്ല. അങ്ങനെ ജോഷി ഫിക്സ് ചെയ്തതാണ്, ഇത് മതി. അങ്ങനെ ഞാൻ ഇഷ്ടമില്ലാതെ സമ്മതിച്ചു. അതൊരു നാടുവാഴിയുടെയും ഒക്കെ കഥയാണ്. ഒരു മലയാളം കൾച്ചറിനേക്കാൾ കൂടുതൽ ഒരു തമിഴ് കൾച്ചറിലുള്ള അതുപോലുള്ളൊരു കഥയാണ്. എന്നിരുന്നാലും മലയാളികളെല്ലാം പൂർണ്ണമായും അതിനെ സ്വീകരിച്ച ഒരു കഥയും സിനിമയുമാണ്. തുമ്പിപ്പെണ്ണെ വാവ എന്ന ഈ മനോഹര ഗാനം എഴുതിയിട്ടുള്ളത് ശ്രീ ഷിബു ചക്രവർത്തിയാണ്. അതിൻ്റെ സംഗീതം ശ്രീ SP വെങ്കടേഷ്. കുടമല്ലോ കരളിൽ വിടരും മോഹത്തിൻ ഒരു പൂമതി പൂന്തേന്മതി. തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ, തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ.